എന്റെ ചോദ്യം ഇതാണ്, സംസ്ഥാനത്ത് അടുത്ത കാലത്തായി നടത്തിയ വൻകിട നിക്ഷേപങ്ങൾ ഏതൊക്കെ മേഖലകളിലാണെന്ന് വ്യക്തമാക്കാമോ? മിനിസ്റ്റർ. നമ്മൾ വ്യവസായങ്ങൾ ആകർഷിക്കുന്നത് കേരളത്തിന്റെ വ്യവസായ നയത്തിലുള്ള 22 മുൻഗണനാ മേഖലകളെയാണ്. നമ്മുടെ വ്യവസായ നയത്തിന്റെ മോട്ടോ തന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ നേച്ചർ, പീപ്പിൾ, ഇൻഡസ്ട്രി എന്നുള്ളതാണ്. അതിനടിസ്ഥാനപ്പെടുത്തി ഇപ്പൊ വന്നിട്ടുള്ള ലോകോത്തര കമ്പനികൾ IBM, അത് USA കമ്പനിയാണ്. വെൻഷ്വർ അമേരിക്കൻ കമ്പനിയാണ്. സഫ്രാൻ ഫ്രാൻസ് കമ്പനിയാണ്. ഹണിവെൽ USA കമ്പനിയാണ്. കാസ്പിയൻ ടെക്നോളജീസ് അമേരിക്കൻ കമ്പനിയാണ്. ഓർക്കല നോർവേ കമ്പനിയാണ്. ഒട്രേന ഡെൻമാർക്ക് കമ്പനിയാണ്. എയർ പ്രൊഡക്ട്സ് USA കമ്പനിയാണ്. ഡി സ്പേസ് ജർമ്മൻ കമ്പനിയാണ്. GRH എഫിനിറ്റി USA കമ്പനിയാണ്. അഡസോ ഗ്രൂപ്പ് ജർമ്മൻ കമ്പനിയാണ്. നീറ്റ ജലാറ്റിൻ നേരത്തെ എക്സ്പാൻഷൻ ആണ്, ജപ്പാൻ കമ്പനിയാണ്. ബഹുമാനായ പ്രതിപക്ഷ നേതാവും ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അതേപോലെ തന്നെ IKGSന്റെ കല്ലിടലിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ തിരക്കുകൾ ഉണ്ടെങ്കിലും അദ്ദേഹം സമയം കണ്ടെത്തി പങ്കെടുക്കാറുണ്ട്. അതുപോലെ ഗ്രാൻഡ് തോർമോട്ടൺ USA കമ്പനിയാണ്. ട്രസ്ന ടെക്നോളജി അയർലൻഡ് കമ്പനിയാണ്. മൈൻ സ്പൈസിന്റെ ഫ്രാൻസ് കമ്പനിയാണ്. മക്കോമിക് സ്പൈസ് കമ്പനിയാണ് USA. ഫ്രിജിബോറോ ജപ്പാൻ കമ്പനിയാണ്. ഡൈനാമേറ്റഡ് ഇറ്റാലിയൻ കമ്പനിയാണ്. നാവിഗേറ്റ് USA കമ്പനിയാണ്. നോവിൻകി USA കമ്പനിയാണ്. നിസാൻ നേരത്തെ എക്സ്പാൻഷൻ ആണ്, ജപ്പാൻ കമ്പനിയാണ്. പെറിയൻ ബേക്കർ ഡെല്ലി പെറിയൻ ദാറ്റ് ഈസ് UK കമ്പനിയാണ്. സ്റ്റാഡ ഗ്ലോബൽ അമേരിക്കൻ കമ്പനിയാണ്. TNP ഫ്രാൻസ് കമ്പനിയാണ്. ഇലക്ട്രോബിറ്റ് ജർമ്മൻ കമ്പനിയാണ്. ENY നേരത്തെ ഉള്ളതിന്റെ ഇപ്പൊ 10,000 പേരിലേക്ക് വികസിപ്പിച്ചു, അത് USA കമ്പനിയാണ്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, അത് സ്വിറ്റ്സർലൻഡ് കമ്പനിയാണ്. ഇതാണ് പ്രധാനപ്പെട്ട വിദേശ കമ്പനികൾ ഈ കാലയളവിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ചതോ നിലവിലുള്ളതിന്റെ എക്സ്പാൻഷൻ നടത്തിയിട്ടുള്ളത്. എന്തായാലും അഭിമാനകരമായിട്ടുള്ള മാറ്റം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും.